التمسك بالأثر نجاه. 65-ാമത്തെ ചോദ്യം. മാതാ തഖൂലു ഇദാ അറദ്ത അൻ തദ്ഉവ ലിവാലിദൈക. നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? അൽ ജവാബ്, അതിനുത്തരം എന്താ? റബ്ബി ഗഫിർലി വലിവാലിദയ്യ വർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ആദ്യം നമ്മൾ അവരുടെ മഗ്ഫിറത്ത്, അവർക്ക് തെറ്റുകൾ പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ അവർക്ക് റഹ്മത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. റഹ്മത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ചാണ്. വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നുള്ളത് മാതാപിതാക്കളോടുള്ള കടമയെപ്പറ്റി പറയുമ്പോൾ അള്ളാഹു പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ഒരു വ്യക്തി അവൻ്റെ പദവി ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. വെച്ചാൽ അവൻ, നമുക്കറിയാം, എല്ലാവർക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് സ്വർഗത്തിൽ ദർജ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു വ്യക്തി സ്വർഗക്കാരിൽപ്പെട്ട ഒരു വ്യക്തിയുടെ അമലുകൾ കഴിഞ്ഞു, അവൻ്റെ അമലുകൾക്കൊക്കെ ദർജ കിട്ടി. പക്ഷെ എന്നിട്ടും അവൻ്റെ ദർജകൾ അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവൻ, ഈ സ്വർഗക്കാരൻ റബ്ബിനോട് ചോദിക്കുക, യാ റബ്ബ് അന്ന അലി ഹാദിഹി, എനിക്ക് ഈ ദർജകൾ എനിക്ക് എന്തിനാണ്, അത് എന്ത് കാരണത്താലാണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു ആ അടിമയോട് പറയണ ബിസ്തിഗ്ഫാരി വലദി കലക്, നിന്റെ കുട്ടി നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയ കാരണത്താലാണ്. നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയത് കൊണ്ട് നിനക്ക് എന്ത് ചെയ്യും? സ്വർഗത്തിൽ പദവി ഉയർത്തപ്പെടും. എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും പദവി സ്വർഗത്തിൽ ഉയരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ഇനി നമ്മുടെ പദവി സ്വർഗത്തിൽ ധാരാളമായി ഉയരണമെന്ന് നമ്മുടെ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ ആ രൂപത്തിൽ നമ്മൾ വളർത്തിയെടുക്കണം. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും അവർ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്ന ഒരു രൂപത്തിൽ സ്വാലിഹായ സന്താനങ്ങളായി നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ഒരു മനുഷ്യന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ അമലുകളും അവസാനിക്കും, 3 കാര്യങ്ങൾ ഒഴികെ. എന്നിട്ടൊന്നെന്താ പറഞ്ഞത്? ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലൊരു സന്താനം. ആ സന്താനം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്തോളം നമ്മുടെ ദർജ കൂടിക്കൊണ്ടേയിരിക്കാം, നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാക്കി വളർത്തിയെടുക്കുകയും വേണം. അത് വളരെ പ്രധാനം. നമുക്ക് മാതാപിതാക്കളോട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഖിദ്മത്തിൽ, അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സേവനമാണെന്ത്? അവർക്ക് വേണ്ടി ഇത്തരം പ്രാർത്ഥനകൾ അധികരിപ്പിക്കാമെന്ന്.